വടകരയിൽ എസ്ഡിപിഐയുടെ നേതൃത്വത്തിൽ നടന്ന നാഷണൽ ഹൈവേ ഉപരോധം അക്രമാസക്തമായി. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് വെച്ചാണ് എസ്ഡിപിഐ പ്രവർത്തകർ ഇന്നു രാവിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് അക്രമം ഉണ്ടായത്. ബിജെപി സർക്കാരിന്റെ സാമ്പത്തിക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വടകരയിലും പ്രതിഷേധം നടന്നത്. രാജ്യവ്യാപകമായി എസ്ഡിപിഐ ഇന്ന് കരിദിനം ആചരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ പല ഭാഗങ്ങളിലായി റോഡുകൾ ഉപരോധിച്ചാണ് സമരം നടത്തിയത്. വിട്ടുകൊടുക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങൾ ഈ രാജ്യത്തെ ഏതെങ്കിലും ഏകാധിപത്യത്തിന് വിട്ടുകൊടുക്കാവുന്നതല്ല എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ എല്ലാവരും തെരുവുകൾക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാധാരണക്കാരുടെ പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു സൂചനയായി ഇന്ത്യയുടെ തെരുവുകൾ സ്ഥാപിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ബഹുസ്വരമായ സാംസ്കാരിക വൈചാരികങ്ങൾ, വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ, വ്യത്യസ്തമായ ജനങ്ങൾ, മുസ്ലിമും ക്രൈസ്തവനും ഭാഷയും ആദിവാസിയും ദൈവങ്ങളുണ്ടെന്ന ബഹുഭൂരിപക്ഷം വരുന്നതിന്റെ സാംസ്കാരിക വൈചാരികങ്ങളെ രാജ്യത്ത് ഏകശില മാനവദർശനം അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ സാംസ്കാരിക ബാധ്യതമാണ് ഒരു വശത്ത് കാണാൻ കഴിയുന്നതെങ്കിൽ മറ്റൊരു വശത്ത് രാഷ്ട്രീയ ഭാഷണം കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ, ഗോവിന്ദാചാര്യയെ, അതേപോലെ ഇന്ത്യയുടെ തെരുവുകളിൽ രാജ്യത്തെ പുരോഗമനകാരികളായ സാംസ്കാരിക നായകന്മാരെ വിവിധ തലങ്ങളിൽ ഏറ്റുമുട്ടി അവരെ വധിക്കുമ്പോൾ, അവരെ കൊല്ലായ്മ ചെയ്യുമ്പോൾ രാജ്യത്തെ നിയമം, ആ രാജ്യത്ത് ഈ രാജ്യത്തെ നിയമം അവർക്ക് അനുകൂലമായി മാറുന്നത്. അതുകൊണ്ടാണ് അടക്കം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം എന്തിനാണ് ഇന്ന് കേരളത്തിന്റെ പിണറായി വിജയൻ, ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ അങ്ങ് ലോകപാതകളിൽ പുതിയ സമരമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപരോധം 3/4 മണിക്കൂർ കഴിഞ്ഞതോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് അക്രമം അരങ്ങേറിയത്. പോലീസ് ലാത്തിച്ചാർജ് പ്രയോഗിച്ചതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. കല്ലേറിൽ 3 പോലീസുകാർക്കും ലാത്തിച്ചാർജിൽ 5 എസ്ഡിപിഐ പ്രവർത്തകർക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. ഇവരെ വടകരയിലെ വിവിധ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി സലീം അയ്യൂർ ഉൾപ്പെടെ 18 പേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. Interdag, fine solution for finest building. Interdag, the maestro in bringing dream to the home. Commenced on the year 2010, December 30th, back at Vadagara, a small town in Calicut. Interdag provides innovative building solutions of national and international brands. Built on the foundation of quality, integrity and trust, Interdag provides world-class building solution products such as tiles, wooden flooring, sanitary fittings, modular kitchen, AC, curtains, fancy lights, electrical and plumbing materials. After the success story at Vadagara, we have set a new world-class all-product showroom at Pottermill, Pateri, Calicut, exclusively for fancy lights and sanitaries. Interdag, Therimbanapalam, Vadagara. Phone 0496 252 6088.